കർണാടകയിലെ മഹാദേവപുരയിലെ വോട്ടുകൊള്ള തുറന്നു കാണിച്ച രാഹുൽ ഇഫക്റ്റ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലും. തൃശൂർ സുരേഷ് ഗോപി അങ്ങെടുത്തത് വോട്ടർ പട്ടികയിലെ തട്ടിപ്പിലൂടെയാണ്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വാർത്ത വന്ന മുതൽ നാളിന്നേ വരെ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. വ്യാജ വോട്ട് ആരോപണത്തിലും പ്രതികരണമില്ല. ഒട്ടേറെ ചോദ്യങ്ങളുണ്ട് എം പിക്ക് മറുപടി പറയാൻ. ചോദ്യം 1, കുടുംബാംഗങ്ങളുടേതടക്കം വോട്ടുകൾ ശാസ്തമംഗലത്തു നിന്നും കൂട്ടത്തോടെ ചേർത്തതിൽ ന്യായമെന്ത്? ചോദ്യം നമ്പർ 2, ആ വോട്ടുകൾ ഇപ്പോൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തുടരുമ്പോഴും ശാസ്തമംഗലത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ സുരേഷ് ഗോപിയുടെ അതേ കുടുംബത്തിന്റെ വോട്ടുകൾ എങ്ങനെ വന്നു? ചോദ്യം നമ്പർ 3, തൃശൂരിലും തിരുവനന്തപുരത്തും ഒരേ സമയം വോട്ടർ പട്ടികയിൽ പേര് വന്നതിന് ന്യായീകരണമെന്ത്? ചോദ്യം നമ്പർ 4, ആലത്തൂരിൽ നിന്നടക്കം വിചാരകേന്ദ്രം ഭാരവാഹികളുടേതുൾപ്പെടെ വോട്ടുകൾ കൂട്ടിച്ചേർത്തതിൽ പ്രതികരണമെന്ത്? ചോദ്യം നമ്പർ 5, വ്യാജ വോട്ടുകൾക്കായി പൂങ്കുന്നത്തെ വിവിധ ഫ്ളാറ്റുകളിൽ വ്യാജ മേൽവിലാസം നൽകിയത് ആര്, ആർക്കുവേണ്ടി, ആരു പറഞ്ഞിട്ട്? ചോദ്യം നമ്പർ 6, 60,000-ലധികം വോട്ടുകൾ കൂട്ടിച്ചേർത്തു എന്ന സുരേഷ് ഗോപിയുടെ ആത്മവിശ്വാസം ഈ വ്യാജ വോട്ടു ചേർക്കലിൽ നിന്നായിരുന്നോ? ചോദ്യം നമ്പർ 7, സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ ഇന്ത്യയിൽ ആർക്കും തൃശൂരിൽ വരാം എന്ന BJP നേതാവിന്റെ അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ?